ഹായ് ഗായ്സ്, എല്ലാവർക്കും ജിയോജി വ്ളോഗ്സ് എന്ന സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് പോകേണ്ട കേസ്. കുഞ്ഞമ്മയുടെ വീടെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീടാണ്. അപ്പോൾ അത് തിരുവനന്തപുരത്തുണ്ട് കേസ്. അപ്പോൾ നമ്മൾ എറണാകുളം ടു തിരുവനന്തപുരമാണ്. ഇപ്പോൾ ഞാൻ 5:18. അപ്പോൾ നമ്മൾ 5:00 ബസ്സിനുണ്ട് കേസ് പോകുന്നത്. അപ്പോൾ പോകുന്ന കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു. അവിടെ ചെന്നിട്ട് ഇനി കുറേ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേസ്. ഇനി അവിടെ ഞാൻ 4 ദിവസത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ അവിടെ വെച്ച് വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, എൻ്റെ ബാഗ് ഞാൻ ഇന്നലെ തന്നെ പാക്ക് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഞങ്ങൾ പോകണ്ട ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി ബസ്സിൽ കയറിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് നേരെ പൂച്ചക്കുത്ത് ചെല്ലും. അവിടെ നിന്ന് നമ്മൾ ഓട്ടോറിക്ഷ കയറി പൂച്ചക്കുത്ത് ചെല്ലും. അവിടെ നിന്ന് ബസ് കയറി നമ്മൾ കോയമ്പത്തൂരെത്തും. അവിടെ നിന്ന് ബസ് കയറി നമ്മൾ ആലുവ എത്തും. എന്നിട്ട് അവിടെ നിന്ന് ട്രെയിൻ വഴിയാണ് നമ്മൾ പോകുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഒരു 5:30 പോകും. എന്നിട്ട് ആലുവ എത്തുമ്പോൾ ഒരു 8 മണി ഒക്കെ ആവുള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ 3 മണിക്കൂർ ഇങ്ങനെ അവിടെ ഇരിക്കേണ്ടി വരും. എന്നിട്ട് ട്രെയിൻ പറഞ്ഞാൽ 10:50 ആകുമ്പോഴാണ്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ട്രെയിനിൽ കയറി പോയിട്ട് രാവിലെ 4 മണിക്കാണ് അവിടെ എത്തുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ അവിടെ എത്തുന്ന കാര്യമുള്ള എല്ലാ വിശേഷവും നമ്മുടെ വീഡിയോയിലുണ്ടാകും. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഉറങ്ങേണ്ടതൊക്കെ വരും. അപ്പോൾ നമ്മളിരിക്കുന്ന സീറ്റും എല്ലാ സംഭവങ്ങളും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഗൈസ്. ഗൈസ് പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെറുപ്പത്തിൽ പ്രാവശ്യം പോയിട്ടുണ്ട് ഗൈസ്. പോയിട്ടിപ്പോൾ 3 വർഷം 4 വർഷമൊക്കെ 5 വർഷം തോന്നുന്നു. അന്ന് കണ്ട് ഞാൻ പോയതാണ് ഗൈസ്. ഇപ്പോൾ ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബസ് സ്റ്റോപ്പിലെത്തിയിട്ടൊക്കെ കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ബസ് സ്റ്റോപ്പിലിരിക്കുകയാണ് ഗൈസ്. ബസ് വരാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം ഞാൻ അടുത്തുള്ള കടയിൽ നിന്ന് ചിപ്പ് പിടിച്ച് കുടിക്കണ്ട ഗൈസ്. അപ്പോൾ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ നമുക്ക് ബസ്സിൽ കയറിയപ്പോൾ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ സൂത്രം കാണിച്ചിട്ട് അപ്പോൾ ഗൈസ്, ഞങ്ങളത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഗൈസ്. ഞങ്ങൾ വന്നിട്ട് കുറച്ച് ഗൈസ് ഇവിടെ പപ്സ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഞാൻ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ ട്രെയിൻ വന്ന് കാണിച്ചു ഗൈസ്. ഗൈസ്, ഇത് ഈ ഓയില്, പെട്രോള്, അങ്ങനത്തെ ചതക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ട്രെയിനാണ് ഗൈസ്. ഇതിനകത്ത് ഓരോ ബോഗികളിലും ഓരോ ഓയിലുകളും ഇട്ടു ഗൈസ്. നമ്മളിപ്പോൾ ആലുവയിൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഗൈസ്. നമ്മളിവിടെ ട്രെയിൻ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന സ്ഥലമുണ്ട് ഗൈസ്. അവിടെ ഇരിക്കുകയാണ്. ഈ ഓയിലൊക്കെ കൊണ്ടുപോകുന്ന ട്രെയിനാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് പോയി തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വെച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കേണ്ട ഗൈസ്. കുറച്ച് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. എനിക്ക് കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ ഒരു ബിരിയാണിയൊക്കെ ക്യാൻറ്റീനിൽ നിന്ന് മേടിച്ച് കഴിച്ചാണ് ഗൈസ്. പിന്നെ ട്രെയിനൊക്കെ പോകണം കണ്ടിരുന്നു. നമ്മുടെ ട്രെയിൻ വന്നത് 10:25 10:50 കണ്ടാണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്. ഓക്കെ, ഇനി എല്ലാ ട്രെയിനും വരുമ്പോൾ ഞാൻ മനസ്സിലാവും. പുറത്തെ ട്രാക്കിൽ കൂടി ട്രെയിൻ വന്നിട്ട് ഗൈസ്. ഇപ്പോൾ കുറേ ദൂരത്തേക്കും ഗൈസ് ചെറുതില്ല. ഹോട്ടൽസൊക്കെ അവിടെ ഉണ്ട് ഗൈസ്. എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ആലുവയുണ്ട് ഗൈസ്. ഇപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനാണ്. ഇതപ്പുറത്ത് ആലുവയുണ്ട് ഗൈസ്. റെയിൽവേ ട്രാക്ക് അടിച്ചോട്ടെ ഗൈസ്. വേറെ ട്രെയിൻ കൂടെ വന്നിട്ടുണ്ട് ഗൈസ്. ഇത്
ഇത് ആൾക്കാർക്ക് കയറാൻ പറ്റുന്ന ട്രെയിൻ കേട്ടോ ഗൈസ്. ഇത് ചരക്കുകളൊക്കെ കൊണ്ടുവന്ന ട്രെയിൻ കേട്ടോ ഗൈസ്. നമ്മളിവിടെ കറക്റ്റ് വെയിറ്റിംഗ് ആണ് ഗൈസ്. കുറേ നേരമായിട്ടും ബസ് വന്നിട്ടില്ല. ട്രെയിൻ വന്നിട്ടില്ല. 10:04 10:50 ഗൈസ് ട്രെയിൻ. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ എനിക്ക് ഉറങ്ങണം ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ച് നേരമാണ് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നാളെ 4 മണിക്കാണ് നമ്മൾ അടുത്ത് നമ്മൾക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, നമ്മൾ വെള്ളം എടുത്തത് 4 കുപ്പി വെള്ളമാണ് ഗൈസ് എടുത്തത്. കാരണം ഇന്നത്തേക്കും വേണം, നാളത്തേക്കും വേണം. നാളത്തേക്ക് എന്തെങ്കിലും കുപ്പില്ല. പിന്നെ വന്നപ്പോൾ തൊട്ടത് ഈ കുപ്പികളുള്ളത് അത്യാവശ്യം തീർന്നു ഗൈസ്. എല്ലാം ഇതിനൊക്കെ ആയിട്ട് ഗൈസ് തീർന്നു. ഒരു കുപ്പിയും കൂടെ തയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഗൈസ് ട്രെയിനാണ് ഗൈസ് പോകുന്നത്. ഇതിൻ്റെ മുകളിലാണ് മെട്രോ. നമ്മൾ നിൽക്കുന്നതിൻ്റെ മുകളിലാണ് മെട്രോ ഗൈസ്. നമ്മൾ ഇപ്പോൾ അപ്പുറത്തെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ഗൈസ്. നമ്മൾ ഇന്നോടത്തല്ല, ഇപ്പോൾ അപ്പുറത്താണ് ട്രെയിൻ വന്നത്. നമ്മൾ ചുമ്മാ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 10:35 40 കൊണ്ടാണ് ട്രെയിൻ വന്നത്. നമുക്കപ്പോൾ അവിടെ പോയിക്കട്ടെ ഗൈസ്. കുപ്പി വെള്ളം തീർന്നു. പിന്നെ അമ്മയുടെ ബാഗിലുള്ള കുപ്പിയിൽ നിന്നാണ് ഞാൻ ഈ വെള്ളം കുടിക്കേണ്ടത്. ഓക്കെ ഗൈസ്, അപ്പോൾ പോകണ്ട ഗൈസ്. ഇനി അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. അവിടെയാണ് ട്രെയിൻ വന്നത്. ഓക്കെ ഗൈസ്, അവിടെ നിന്ന് തൊട്ട് ഇവിടെ വരെ മൊത്തം ഈ ബേക്കറി പോലത്തെ ഈ ബിങ്കോ അങ്ങനെ ഒക്കെ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ള കടയുണ്ട് ഗൈസ്. എൻ്റെ അങ്ങോട്ട് നോക്കണ്ട് നോക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടക്കും. അത് വേണമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അമ്മ അപ്പുറത്ത് കിടക്കുന്നത് കാണിക്കാൻ. ആ ട്രെയിനൊക്കെ തിരുവനന്തപുരത്തിന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി ഇങ്ങോട്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിന് ഇങ്ങോട്ട് വന്നത്. നമുക്കും ഉണ്ട്, അങ്ങോട്ടുണ്ട് ഗൈസ്. ആ സ്ഥലത്തേക്കാണ് കൊണ്ട് അവിടെ നിന്ന് ട്രെയിൻ വന്നിട്ടോ ഗൈസ്. നമ്മുടെ വണ്ടി വന്നിട്ട് ഗൈസ്. നമ്മുടെ നല്ല സൗണ്ടുണ്ടോ ഗൈസ്? അപ്പോൾ നമ്മൾ ഇപ്പോൾ ട്രെയിനിലേക്കാണ് ഗൈസ്. അപ്പോൾ ഗൈസ് കുറച്ച് ഞാൻ ഇപ്പോൾ ട്രെയിനിൻ്റെ മുകളിലത്തെ സീറ്റിലേക്ക് സ്ഥലം കിട്ടി ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ തിരുവനന്തപുരം എത്താൻ വേണ്ടി ഭയങ്കര വെയിറ്റിംഗിലാണ് ഗൈസ്. അപ്പോഴാണെങ്കിൽ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ വിശന്നപ്പോൾ ഞാൻ ഈ ലേസ് എടുത്ത് കഴിക്കാനുണ്ട് ഗൈസ്. ഗൈസ് ഇതിൻ്റെ മുകളിലായിട്ട് 3 ഫാൻ ഉണ്ട് ഗൈസ്. ഇവിടെ 3 ഉണ്ട്. അതുകൊണ്ട് ഈ മുകളിലിരിക്കുന്നുണ്ട് കുറച്ചും കൂടെ കാറ്റ് കിട്ടും. ഗൈസ് ഇപ്പോഴാണെങ്കിൽ പുറത്ത് ട്രെയിനിൻ്റെ ഭയങ്കര സൗണ്ട് ഉണ്ട് ഗൈസ്.
സമയം ഇപ്പോൾ രാത്രി കുറേ കഴിഞ്ഞിട്ട് സത്യമാണ് ഞാൻ രാത്രി ആയപ്പോൾ എനിക്ക് ഉറക്കം വന്നിട്ടൊന്ന് കിടക്കാൻ സമയം ഇപ്പോൾ 12 മണിയായി 2 മണിയായി തണുപ്പ് ആയിട്ടുള്ളൂ. ഇനി ഒരു മണിക്കൂറും കിടക്കണം. 4 മണിക്കാണ് നമ്മളവിടെ എത്തുന്നത്. ഇപ്പോൾ 4 മണി. അപ്പോൾ നമ്മൾ തേമ്പേത്തേക്ക് എത്തിക്കൊണ്ട് നമ്മൾ ട്രെയിനിൽ ഇറങ്ങുകയാണ്. സമയം ഇപ്പോൾ 4:13 AM. രാത്രി 12 മണി കഴിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്ന അതൊക്കെ വീടുണ്ട്. ഒരു മണിയായപ്പോൾ ഞാൻ ഫോൺ കണ്ടു. പിന്നെ അത്ര നേരം വരാത്ത ഉറക്കൊന്നും ഇപ്പം Trivandrum Central, platform number 3 per I. Your attention please. Train number 22654, Nizamuddin Trivandrum Superfast Express will arrive shortly on platform number 3. Your attention please. Train number 16302, Maynard നമ്മൾ തേങ്ങൂട്ടി ഇവിടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നുണ്ടായി. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് ബസ് കയറി പോകണം. നമ്മൾ ക്യാൻറ്റീനിലേക്ക് പോകണ്ട രാവിലെ 4 മണിയായി. 4:21 കണ്ടായി. ഗായ്സ് ഇത് ഈ പോണൊക്കെ AC ട്രെയിനുകളുണ്ട്. ഇതൊക്കെ അടിപൊളി ട്രെയിനുകളാണ്. നമ്മളൊന്ന് ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലാണ് ഗായ്സ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനാണെങ്കിൽ നോക്കിയപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ചായക്കാർ അപ്പം സൈഡിലായിട്ട് ചായ കുടിക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ പരസ്പരം എന്ന് പറഞ്ഞ സീരിയലിൽ അഭിനയിക്കുന്ന ആ ഒരു സാറുണ്ട്. ഞാനാണെങ്കിൽ അദ്ദേഹത്തോട് പോയിട്ട് സെൽഫി എടുത്തോട്ടെന്ന് ചോദിച്ചു. എന്നിട്ട് ആ സാർ സമ്മതിച്ചിട്ട് കേസ്. അപ്പോൾ ഞാൻ ആ സെൽഫി ഞാൻ കാണിച്ചിട്ട് കേസ് ഇതാണ്. എനിക്കാണെങ്കിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷിക്കായിട്ട് ഒരു സെലിബ്രിറ്റിയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുക. ഈ വീഡിയോ ഇത്രയുള്ള പുതിയ വീഡിയോ ആയിട്ട് കാണാം.